ബിരിയാണി ഓർഡർ ചെയ്തിട്ടില്ലേ? ഞാൻ ഡെലിവറിക്ക് വന്നിട്ടുണ്ട്, പുറത്തുണ്ട് ഞങ്ങള്. ഞാനൊരു പാവം ഡെലിവറി ഗേൾ ആണ്. കുറച്ച് ഇവിടെ കൊറേ വീടുണ്ട്. ആണോ? ഇവിടെ കൊറേ വീടുണ്ട് ചേച്ചി. ഏതാ? ഓക്കെ, കേറുകയാണേ. ഡോഗൊന്നും ഇല്ലല്ലോ അല്ലേ? ഹായ് ചേച്ചി. ചേച്ചി ഓർഡർ ചെയ്തിട്ട് കൊറേ സമയമായോ? വിശപ്പായി കാണും. ചേച്ചി ഇദ്ദേഹത്തെ അറിയുവോ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏകദേശം സീരിയലിൽ തുടങ്ങി. അല്ല, സീരിയലിലല്ല, സിനിമയില. ചേച്ചി ആണെങ്കിൽ 96. വേണ്ട. ചേച്ചി 96 സിനിമ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് മനസ്സിലായില്ല. കാതല് അനിയത്തിയല്ല, കുട്ടിക്കാലം. ചെറുപ്പം കുറച്ചും കൂടെ എങ്ങായിരുന്നു തോന്നുന്നു. അതെ, അത് 5 വർഷമായി. വളരണ്ടേ, മനുഷ്യനാവുമ്പോ വളരും. അപ്പോ എന്റെ അടുത്ത പടം വരികയാണ് ഒക്ടോബർ 6-ാം തീയതി. ലിറ്റിൽ മിസ് റാവുത്തർ എന്നാണ് അതിന്റെ പേര് മലയാളത്തില്. അപ്പൊ ഇതിലൊരു സ്പെഷ്യൽ ബിരിയാണിയുടെ ഒരു ചെറിയൊരു കോൺസെപ്റ്റ് വെച്ചിട്ടുണ്ട്. ചേച്ചി കഴിച്ചിട്ട് പറയാം. ഞങ്ങളുടെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഒരു ടോൾ ഷോർട്ട് സ്റ്റോറിയുടെ ഒരു ഇതാണ്. അപ്പൊ ഇതില് ബിരിയാണിയിൽ ഞങ്ങളൊരു കോൺസെപ്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കഴിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, താങ്ക് യു. അപ്പൊ ശരി ചേച്ചി. ഇപ്പൊ ഈ കുട്ടീന് മലയാളത്തില, ഇനി തമിഴ് പോകുന്നില്ല, ഇനി കുറച്ചാലും മലയാളത്തില. അതെ മലയാളത്തിൽ വേണ്ടേ? അപ്പൊ കാണുന്നെങ്കിലും വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഇനി ഞാൻ അടുത്ത പ്രാവശ്യം ഡെലിവറിക്ക് വരുമ്പോ ചേച്ചി പറയരുത്, അതെ സീരിയലൊക്കെ പക്ഷെ പെട്ടെന്ന് കാണുമ്പോ കണ്ടിട്ടുണ്ട്. ശരി, അതിലെ കുട്ടി തൃശ്യ. ഞാൻ തിരിച്ചുകൊണ്ട് നോക്കോട്ടെ. ഞങ്ങൾക്കിനി വേറെ 3 പേരെ സർപ്രൈസ് ചെയ്യാനുണ്ട്. ബിരിയാണി ഇഷ്ടപ്പെട്ടാൽ 5 സ്റ്റാർ റേറ്റിംഗ് തരും. ഇറങ്ങിട്ടേ. അല്ല, ഞാൻ വിചാരിച്ചു സിനിമന്റെ കൂടെ പാർട്ട് ടൈം ആയിട്ട് ഇങ്ങനെ ഫുഡ് ഡെലിവറി അല്ല, ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന. ഓ മൈ ഗോഡ്, സിനിമയുടെ കുട്ടി ഫുഡ് ഉണ്ടാക്കോ? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രേക്ഷകർ ആഗ്രഹിക്കുന്നു കേട്ടോ, സിനിമയുടെ കൂടെ പാർട്ട് ടൈം ആയിട്ട്. അതെ, ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ? അതൊരു കഥയാക്കാം. കഥയല്ല, കാര്യമാക്കാം. നമുക്ക് അയ്യോ ആക്കാം. ഞങ്ങള് ഫുഡ് ഡെലിവറി ചെയ്യാൻ വന്ന പുതിയ ബിസിനസ് ഐഡിയ വരെ കിട്ടി. നമുക്ക് പോയാലോ? താങ്ക് യു. അപ്പൊ പടം കാണണം ഒക്ടോബർ 6-ാം തീയതി. ഞങ്ങൾക്ക് കുറച്ച് പേരെയും കൂടെ സർപ്രൈസ് ചെയ്യാനുണ്ട്. അപ്പൊ ആദ്യമായിട്ട് ഫുഡ് കൊടുക്കാൻ വന്ന കുട്ടിക്ക് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ചേച്ചി ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. ഉള്ള കാര്യം ഉള്ളതുപോലെ നോക്കി പറയുന്നുണ്ട്. അതെ, പക്ഷെ എനിക്കത് ഇഷ്ടായി. ഇനി അടുത്ത വീട് ഇനി എന്തായിരിക്കുമോ ആവോ. അപ്പൊ ഞങ്ങള് അടുത്ത വീട്ടിലോട്ട് പോവാണ്. പിടിച്ചോ. ഞാൻ ചാടിയൊക്കെ ഇറങ്ങുന്നു.